ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത പി വി അൻവർ എം.എൽ.എയുടെ വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചും പരിഹസിച്ചുമൊക്കെ വാർത്താ സമ്മേളനം അങ്ങനെ പുരോഗമിക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ എന്നെ ചതിച്ചു, ക്യാപ്റ്റൻ ഹാൻഡിക്യാപ്റ്റാണ്, അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നോക്കാനുള്ള കഴിവില്ല, അങ്ങനെ പോയി ഒരുപക്ഷെ പി വി അൻവറിൻ്റെ വിമർശനങ്ങൾ. മാത്രമല്ല, അദ്ദേഹം ഇന്ന് എഴുതിവിട്ട ഏറ്റവും വലിയ പരിഹാസവും വിമർശനവും പി എ മുഹമ്മദ് റിയാസിന് വേണ്ടി പാർട്ടി സംവിധാനം മുഴുവൻ തകർക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം. വളരെ നിശ്ചിതമായ ചില ആരോപണങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ നേരിട്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം ഈ പ്രൈം ടൈമിൽ കടന്നു ചെല്ലുന്നത്. ഇതുവരെ മുഖ്യമന്ത്രിയെയും പാർട്ടിയും വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നവരിൽ ഒന്നാമത്തെ ആളായിരുന്നു പി വി അൻവർ. ഈ അടുത്ത കാലം വരെ പിണറായിയുടെ അടുപ്പക്കാരനായിരുന്ന പി വി അൻവർ ഇപ്പോൾ എത്ര അകലത്തിലാണെന്ന് പറയും അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിണറായിയെ പുകഴ്ത്തിയും പ്രതിരോധിച്ചുമുള്ള വാക്കുകൾ പി വി അൻവർ പിൻവലിക്കുകയാണ്. കത്തിജ്വലിച്ചിരുന്ന സൂര്യൻ കെട്ടുപോയെന്ന അൻവർ. സി എം എ, നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ സി എം അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്. 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തിലെ അൻവറിന്റെ വിമർശനങ്ങളിൽ പലതും മുഖ്യമന്ത്രി നിസ്സഹായനാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു. മുഖ്യമന്ത്രിയെ പി വി അൻവർ വിശേഷിപ്പിച്ചത് ADGP MR അജിത് കുമാർ എഴുതിയ കഥയും തിരക്കഥയും വായിക്കുന്നയാളെന്നാണ്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അദ്ദേഹമാണ് സി എമ്മിന് ഈ കഥയും സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് സി എം ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. പി എ മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് പി വി അൻവറിന്റെ മറ്റൊരു കടുത്ത വിമർശനം. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകും പിണറായി വിജയനെന്നും പി വി അൻവർ. എതിരാളികൾ പോലും ഇതുവരെ ഉന്നയിക്കാത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. 24 മലപ്പുറം.